ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് SSLC ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഇൻഡസിൻ നിപ്പോൺ ലൈഫ് ഇൻഷുറൻസിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ആദ്യം ABM പോസ്റ്റാണ്. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സെയിൽസിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 4.5 lakhs ആണ് ഇയർലി സാലറി ലഭിക്കുന്നത്. കോട്ടയമാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. ഏജ് ലിമിറ്റ് വരുന്നത് 38 വയസ്സ് വരെയാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് എക്സിക്യൂട്ടീവ് ARDM തസ്തികയാണ്. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 lakhs per annum ആണ് സാലറി ലഭിക്കുന്നത്. കോട്ടയമാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. ഏജ് ലിമിറ്റ് വരുന്നത് 38 വയസ്സ് വരെയാണ്. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് സീനിയർ ARDM തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 2.5 lakhs ആണ് ഇയർലി സാലറി ലഭിക്കുന്നത്. കോട്ടയമാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 38 വയസ്സ് വരെയാണ്. 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് ARDM പോസ്റ്റാണ്. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല. 2.2 lakhs ആണ് ഇയർലി സാലറി ലഭിക്കുക. കോട്ടയമാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് വരുന്നത് 38 വയസ്സ് വരെയാണ്. 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് SBI ലൈഫ് ഇൻഷുറൻസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ അഡ്വൈസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. കമ്മീഷൻ ബേസിലാണ് സാലറി ലഭിക്കുക. കാഞ്ഞിരപ്പള്ളിയാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് വരെയാണ്. 35 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തത് ആദിത്യ ബിർള ക്യാപിറ്റലിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജൻസി മാനേജർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 20,000 രൂപയാണ് സാലറി ലഭിക്കുക. ചങ്ങനാശ്ശേരിയാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. 10 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 കമ്പനികളിൽ നിന്നായി 50+ ഒഴിവുകൾ വന്നിട്ടുണ്ട്. തൊഴിൽമേള 2025 നവംബർ 19 രാവിലെ 10 മുതൽ 1 മണി വരെയാണ്. സ്ഥലം എംപ്ലോയബിലിറ്റി സെൻറ്റർ കോട്ടയം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സിവിൽ സ്റ്റേഷൻ 2nd ഫ്ലോർ കളക്ട്രേറ്റ് കോട്ടയത്ത് വെച്ചിട്ടാണ്. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായും ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും പകർപ്പുകൾ കയ്യിൽ കരുതേണ്ടതാണ്. എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ അടച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഈ തൊഴിൽ മേളയിലും തുടർന്നുള്ളവയിലും പങ്കെടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അന്നേ ദിവസം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.